ഇങ്ങനെ പലഹാരം കൊണ്ട് അവളുടെ വയർ നിറയ്ക്കാനേ അവളുടെ വയറ്റിനകത്ത് ചലനം വല്ലതും ഉണ്ടോ? അല്ല, ഇനി പറയാൻ പറ്റില്ല. അവള് മിടിക്കുക. ചിലപ്പോ കണ്ണെന്നറിയാതെ പല ചലനങ്ങളും അവളുടെ വയറ്റിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ, ഇനിയിപ്പം അതിന്റെയും കൂടി ഒരു കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം ആയി. കണ്ണന്റെ സ്വത്തിന്റെ പകുതി അവള് തട്ടിയെടുത്തു. ഇനിയിപ്പം ഒരു കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞാലേ അവൾക്ക് ഇവിടുന്ന് സലാം പറഞ്ഞങ്ങ് പോവല്ലോ. സ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കാം. ഇതുപോലുള്ള സംസാരം എന്റെ വീടിനകത്ത് എപ്പോഴും കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ വന്നതിന് ശേഷം ഇതിനൊക്കെ മറുപടി പറയാൻ എനിക്ക് വയ്യ എന്റെ ഉണ്ണീടെ അമ്മേ. കരുണമോളുടെ മുത്തശ്ശിയെ കാണുമ്പോഴൊക്കെ പറയും, നിങ്ങളുടെയും നിങ്ങളുടെ മോളുടെയും പ്രാർത്ഥന കൊണ്ടാണ് കരുണമോളുടെ ജീവിതം നടുക്കടലിലായി പോയതെന്ന്. അതിന്റെ കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയല്ല, അവളുടെ സ്വഭാവം തന്നെയാ. അമ്മ എത്തിയോ? മോളെ, അതെ, വെറും കൈയോടെ അല്ല എത്തിയിരിക്കുന്നത്. അല്ല, നീ ഇന്നലെ വന്നപ്പോ ഒരു കവറല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ 2-3 കവറുണ്ട്. അമ്മ മോക്ക് ഇഷ്ടപ്പെട്ട എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാ വന്നതെന്ന് തോന്നുന്നു. അത് ഇന്നലെ വീട്ടിൽ പോയപ്പോ കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞായിരുന്നു. അതൊക്കെ ഇന്ന് കൊണ്ടുവരാന്നു. ആ, കൊണ്ടുപോയി കൊടുക്കടി, കൊടുക്ക്. എന്നിട്ടേ ബാക്കിയുള്ള സ്വത്തും കൂടി എഴുതി മേടിക്ക്. അത് കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോ കൂടെ അവനും അങ്ങ് ഇറങ്ങാമല്ലോ. ഇതിനൊക്കെ ഉള്ള മറുപടി പറഞ്ഞാലേ കൂടി പോവും. അമ്മ വാ. ഇന്ന് ഞാൻ പലഹാരമായിട്ട് ഇറങ്ങിയപ്പോ വീട്ടിലെല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. പിന്നെ വിവാഹ വാർഷിക ആയതുകൊണ്ട് ആ പേര് പറയാലോ. ആ, എനിക്കുള്ളത് കൊണ്ടുവന്നപ്പോ കരുണയ്ക്കുള്ളത് അവിടെ വെച്ചില്ലേ അമ്മേ? വെച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോ അവളത് കഴിക്കില്ല. അവൾക്ക് അവളുടെ മുത്തശ്ശി ഉണ്ടാക്കുന്നതാ ഇഷ്ടം. അത് മനസ്സിന്റെ ഇഷ്ടം കൊണ്ടാണമ്മേ. അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്നത് വേണ്ടാന്ന് ആരെങ്കിലും പറയോ? മോളെ, പലഹാരമൊക്കെ കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാനുണ്ടാക്കിക്കൊണ്ട് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്നിപ്പോ ഉണ്ണീടെ അമ്മ ഉണ്ടാക്കുന്നതൊന്നും ഞാനും കണ്ണേട്ടനും കഴിക്കാറില്ല. ഞാനുണ്ടാക്കുന്നത് തന്നെയാ ഞങ്ങൾ രണ്ടാളും പതിവായി കഴിക്കാറ്. ഈ പലഹാരമൊക്കെ ടിന്നിലാക്കി ഞാൻ ഞങ്ങളുടെ മുറിയിൽ കൊണ്ട് വെച്ചോളാം. അല്ല മോളെ, ആർക്കും ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ലമ്മേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ദേ ഇവിടെ വന്നപ്പോഴും മോളുടെ വയറ്റിൽ ചലനം ഉണ്ടായിട്ടാണോ പലഹാരം ഉണ്ടാക്കി മോൾക്ക് കൊടുക്കുന്നതെന്ന് അവിടെയും ഇവിടെയും ചോദ്യങ്ങളുണ്ടായി. ഇനി അതുപോലുള്ള ചോദ്യങ്ങള് ഇടയ്ക്കിടയ്ക്ക് പലരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മോളുടെ വയറ്റിലൊരു ജീവന്റെ തുടിപ്പുള്ളതുകൊണ്ട് അതിന്റെ ലക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുമല്ലോ. ഉണ്ണീടമ്മ 2 പ്രസവിച്ചതാ. അതുകൊണ്ട് അവർക്കിതൊക്കെ കാണുമ്പോ തിരിച്ചറിയാൻ കഴിഞ്ഞു വരും. എന്നായാലും തിരിച്ചറിയുമല്ലോ അമ്മേ. ശരീരത്തിന് വ്യത്യാസം ഉണ്ടാവുന്നവരെ ആരോടും ഒന്നും പറയണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. ആ, അമ്മയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട മോളെ. അതെന്താ ഒന്നും വേണ്ടാത്ത? അങ്ങനെ ഒന്നും തരാതെ ഞാൻ അമ്മയെ വിടുവോ? അതുകൊണ്ടല്ലേ അമ്മ കഴിച്ചിട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞ്. ഉണ്ണി ഇവിടെ ഉണ്ടോ മോളെ? ആ, ഉണ്ട്. ഞാൻ ഉണ്ണിയൊന്ന് കാണട്ടെ. ഉണ്ണിയുടെ കുഴപ്പം കൊണ്ടല്ല കരുണ ഇങ്ങോട്ട് വരാത്തത്. എന്നാലും അറിയാലോ, ബന്ധം പിരിയണമെന്ന് ഒരേ നിൽപ്പ് നിൽക്കുക കരുണ. ആ നിലയ്ക്ക് ഉണ്ണിയെ കണ്ടൊന്നും സംസാരിക്കണ്ടേ മോളെ? ഞാനൊന്ന് കണ്ടിട്ട് വരാം. ശരി അമ്മേ.
മോനെ ഇവിടെ നിൽക്കായിരുന്നോ? ആ, അമ്മ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നേ ഉള്ളൂ മോനെ. ഒറ്റയ്ക്കാണോ വന്നേ? അതെ, അവള് കൂടെ വരില്ലല്ലോ. എന്തിനാണ് അമ്മ വരുന്നത്? അവളുടെ മനസ്സിന് അത്രത്തോളം നോവിക്കുന്ന പ്രവൃത്തികളാ ഇവിടെ ഉള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ മോനെ നീയും ഇങ്ങനെ കരുണയെ പോലെ സംസാരിക്കുന്നത്? കണ്ണനും മഹാലക്ഷ്മിയൊക്കെ മറ്റുള്ളവരുടെ വേദന കണ്ടറിഞ്ഞ് ജീവിക്കുന്നവരാ. മനഃപൂർവ്വം അവരാരെ നോവിക്കാറില്ല മോനെ. കരുണയുടെ സ്വഭാവം അവൾ ഓർമ്മ വെച്ച നാള് മുതല് ഇത് തന്നെയാ. അത് ഇനി മാറ്റാനൊന്നും പറ്റില്ല. അവളെ തിരുത്തി വിളിച്ചോണ്ട് വരാൻ മോനെ കൊണ്ട് മാത്രമേ പറ്റൂ. എന്നെ കൊണ്ട് എങ്ങനെ പറ്റുന്ന അമ്മ പറ. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഇപ്പോ എന്റെ അനിയത്തിക്കും താഴെയാ ഞാൻ. എന്റെ ക്യാബിനിൽ നിന്ന് പോലും ഞാൻ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതൊന്നും അമ്മയുടെ മോൾ അറിഞ്ഞിട്ടില്ല. അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാലേ ഡിവോഴ്സ് ഉറപ്പാ. അല്ലെങ്കിൽ തന്നെ ഏത് നേരം അവള് പറയുന്നുണ്ട് ബന്ധം പിരിയണമെന്ന്. അതവളുടെ പക്വതക്കുറവുണ്ടോ മോനെ അങ്ങനെ പറയുന്നത്? ബന്ധം പിരിഞ്ഞ മോനേക്കാൾ കൂടുതൽ നഷ്ടം അവൾക്കല്ലേ? അങ്ങനെ ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി അവൾക്കില്ല. അങ്ങനെ ബുദ്ധിയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ഇവിടെ. അവരാണല്ലോ മാനപ്പൂർവ്വം അവളെ ചൊടിപ്പിച്ചോണ്ടിരിക്കുന്നത്. മോനെ, കണ്ണനോടും മഹാലക്ഷ്മിയോടും ചേർന്ന് നിന്ന് കഴിഞ്ഞാ നിനക്ക് വേണ്ടതൊക്കെ അവര് തരില്ലേ? അങ്ങനെ തന്നിട്ടുണ്ട്. അമ്മയുടെ മോളെ കണ്ണേട്ട കല്യാണം കഴിക്കുന്നതിന് മുമ്പ്. അതിനുശേഷം ഭാര്യയുടെ തണലായി പോയി അങ്ങേര്. ഒരു സ്ത്രീക്ക് വേണ്ട, ഒരു ഭാര്യയ്ക്ക് വേണ്ട ആവശ്യങ്ങളൊന്നും നിറവേറ്റി കൊടുക്കാൻ പറ്റാത്ത കഴിവുകെട്ട ഒരാളാ അമ്മയുടെ മൂത്ത മരുമോൻ. ആ കഴിവുകേട് അവര് മറക്കാൻ നോക്കുന്നത് കണ്ണേട്ടന്റെ കണക്കറ്റ സ്വത്തുക്കള് അവർക്ക് ഭാഗിച്ചു കൊടുത്തോണ്ടാ. മോനെ, മോൻ കരുണയെ പോലെയും കരുണയുടെ അച്ഛനെയും മുത്തശ്ശിയും പോലെയൊന്നും സംസാരിക്കല്ലേ. ഞാൻ പറയുന്നതൊക്കെ സത്യമേ. പിന്നെ ഇനി അമ്മയായിട്ട് എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട. അമ്മ ഉപദേശിക്കേണ്ടതേ അമ്മയുടെ മൂത്ത മോളെയും മരുമോനെയാ. മഹാലക്ഷ്മി എന്ന അമ്മയുടെ മോള് സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ ജീവിച്ചതെന്ന് അറിയാലോ. ആ ജീവിതം തന്നെ ഇവിടെയും തുടരും എന്ന് കരുതിയ കരുണ എന്റെ കൈയും പിടിച്ച് ഇവിടേക്ക് വന്നത്. എന്നാ ഇപ്പോ അതല്ല സ്ഥിതി. ചേച്ചിയുടെ ആജ്ഞകളനുസരിച്ച് നിൽക്കേണ്ട ഗതികേടിലായിപ്പോയി കരുണേ. അത് അവൾക്ക് ദഹിക്കില്ല. അതുകൊണ്ട് ഞാനും കരുണയും തമ്മിലുള്ള ബന്ധത്തിന് അധികം ആയുസില്ലാമേ. അമ്മ മൂത്ത മോളുടെ മരുമോന്റെ ജീവിതം കണ്ട് തൃപ്തിപ്പെട്ടാ മതി. മോനെ, അമ്മ ഇപ്പൊ വന്നതും അവരൊക്കെ കാണാൻ തന്നെയാണല്ലോ. പിന്നെ കൂട്ടത്തിലെ ചടങ്ങ് തീർക്കാൻ എന്നെയും കണ്ട് രണ്ട് ഉപദേശം തരാന്ന് കരുതി. എപ്പോഴാ ഈ വീടിന്ന് പുറത്തു പോകേണ്ടി വരുന്നുള്ള ആശങ്കയില ഞാനും അമ്മയും. അത് ഉടനെ തന്നെ സാധിക്കും. അവൻ സർക്കാർ ഓഫീസിൽ ഉയർന്നു പോസ്റ്റിരിക്കുന്ന ഒരു എംപ്ലോയി ആണെന്നിരിക്കട്ടെ. അപ്പോഴും അവന് ഞങ്ങൾ കൊടുക്കുന്ന സാലറി കിട്ടില്ലമ്മേ. പിന്നെ ഇനി അവന് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? ഉണ്ണി മഞ്ജുവിന്റെ താഴെ ആയതുകൊണ്ടാ ഉണ്ണിമോന് സങ്കടം. അങ്ങനെ ഉണ്ണി മഞ്ജുവിന് താഴെയാണെന്ന് കരുണ അറിഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അവൾ അതറിഞ്ഞിട്ടല്ലല്ലോ പിണങ്ങി പിരിഞ്ഞ് വീട്ടിൽ പോയി നിൽക്കുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം ഉണ്ണിയും കരുണയും കൂടെ പല സ്ഥലങ്ങളിലും ചുറ്റാൻ പോയി. ആ സമയത്തൊന്നും ഞങ്ങൾക്ക് കോംപ്ലക്സ് ഉണ്ടായില്ലല്ലോ. പിന്നെ അന്ന് ഇയാൾ എന്തുകൊണ്ടാ പോയെന്ന് അമ്മയ്ക്കറിയാലോ. വർഷങ്ങളായി നടക്കാൻ കഴിയാതിരുന്ന ഒരാൾക്ക് അതിനുള്ള ശേഷിയുണ്ടായപ്പോ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായ ഭാര്യയും കൊണ്ട് സുഹൃത്തിനും അവന്റെ ഭാര്യയ്ക്കൊപ്പം മൂന്നാറിൽ പോയി. അതിന്റെ പേരിലാ കരുണ ഉണ്ണിയായിട്ട് വഴക്കിട്ടത്. അതിലുപരി ഇനി കരുണയ്ക്ക് പെട്ടെന്ന് അമ്മയാവാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ. അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ആരാ അമ്മേ? ജനിക്കാൻ പോയ കുഞ്ഞിനെ കൊന്നതാരാ? അതിനുത്തരവാദികളാ അവളുടെ മനസ്സ് ചൂടാക്കിക്കൊണ്ട് അവളെ അരികിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നെ ഉണ്ണിയെ മഞ്ജുവിന്റെ താഴെ നിർത്തണമെന്ന് ഇയാളോട് പറഞ്ഞത് ഞാന്.
അതിന്റെ കാരണം വ്യക്തമാണല്ലോ. അവൻ അവന്റെ അമ്മാവന്റെ കൂടെ ചേർന്ന് കമ്പനിയെ നന്നായി ഒലിച്ചതാ. അമ്മാവനും അനന്തരവനും കള്ളപ്പണിയിലൂടെ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ പേര് മോശമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കമ്പനി നഷ്ടത്തിലാണെങ്കിലും ശരി, നമ്മളെ വിശ്വസിച്ച് വരുന്നവരെ നിരാശപ്പെടുത്താൻ പാടില്ലമ്മേ. ഞാനും അമ്മയൊക്കെ സഹതാപം കാണിച്ചിട്ട് അവർക്കൊക്കെ വേണ്ടി എന്ത് നല്ല കാര്യം ചെയ്തു കൊടുത്താലും അതിലൊന്നും അവരാരും തൃപ്തരല്ല. എന്റെ സ്വത്തുക്കള് മൊത്തത്തിൽ വിഴുങ്ങണം, എന്നിട്ട് എന്നെ ഇയാളെയൊക്കെ കൊല്ലണം. അതാ എല്ലാവരുടെയും ചിന്ത. ദേ, ഇപ്പൊ തന്നെ അമ്മ കാണുന്നില്ലേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ 2 കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് പഴയതുപോലെ നടക്കാം. ഇയാളാണെങ്കിലോ വയറ്റിലൊരു കുഞ്ഞുമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. രണ്ടും പുറത്ത് കാണിക്കാനും പറയാനും പറ്റുന്നില്ല. എല്ലാത്തിനും അടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് ഒരു ശുദ്ധികലശം നടത്താവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നാൾ അവർ ചെയ്തൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് എല്ലാത്തിനെയും ജയിലിലേക്ക് പറഞ്ഞു വിടാവുന്നേ ഉള്ളൂ. എന്നാ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് പിന്നീട് വേദനിക്കേണ്ടി വരും. അതൊഴിവാക്കാന് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അടക്കി വെച്ചിട്ട് ആരും കളിക്കാത്ത നാടകമൊക്കെ കളിക്കുന്നത്, നന്നായി അഭിനയിക്കുന്നത്. അതിനിടയ്ക്കിനി അഹങ്കാരം കൊണ്ട് വേർപിരിയാൻ നടക്കുന്ന അനിയനെ അനിയത്തെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾക്കിനി വയ്യമ്മേ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ മോനെ. വിവാഹവാർഷികമായിട്ട് വീട്ടിലേക്ക് വരുമോ? വരരുതെന്നാണല്ലോ കരുണ പറഞ്ഞിരിക്കുന്നത്. കണ്ണേട്ടന്റെ എന്റെ മുഖം കാണാൻ വയ്യാന്നല്ലേ ഞങ്ങളുടെ മുഖത്ത് നോക്കി അവള് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അമ്മ വിളിച്ച സ്ഥിതിക്ക് വരാം. കരുണ ഇഷ്ടപ്പെടാതെ വായു വരുന്നൊക്കെ വിളിച്ചു പറയുമായിരിക്കും. പറയട്ടെ. എന്നാലും ഇതുപോലെ നല്ലൊരു മോളെ അമ്മ എനിക്ക് കൈപിടിച്ച് തന്നല്ലേ, അതിന്റെ നന്ദി ഞാൻ കാണിച്ചേ പറ്റൂ. അമ്മ വാ, ഞാനേ ദോശമാവ് അരച്ചു വെച്ചിരിക്കുക. ചൂട് ദോശ കഴിച്ചിട്ട് പോയാ മതി. ആ, കണ്ണേട്ടനങ്ങോട്ടേക്ക് വന്നേക്കണേ. വാ അമ്മേ, വാ. അയ്യോ എന്റെ ഈശ്വര, അയ്യോ എന്തിനാ ഇങ്ങനെ കസർത്ത് കാണിക്കുന്നേ? ഇനി ഇതിനകത്തൊന്ന് നടുവൊടിഞ്ഞ് വീണിട്ട് വീണ്ടും കിടപ്പിലാവാനാണോ? ഒന്ന് എഴുന്നേക്കാനുള്ള ശ്രമം നടത്തിയതാ സീമന്തിനി. ചെറുതായിട്ടൊക്കെ കട്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ആളുള്ളപ്പോ ചെയ്താ പോരെ? വീണ് ഹോസ്പിറ്റലിൽ കിടന്ന എത്ര ദിവസം കൂട്ടു നിൽക്കണമെന്ന് അറിയാമോ? ഇക്കണക്കിന് കുറച്ചുകൂടെ വാർദ്ധക്യം വന്ന ഞാൻ പൂർണ്ണമായി കിടപ്പിലായി കഴിഞ്ഞാ എന്നെ ഏതെങ്കിലും കിടത്തുണ്ടെങ്കിൽ നീ കൊണ്ട് കിടത്തുമല്ലോടി. അച്ഛനും മോനും എല്ലാം കൂടെ ഒരുത്തനെ പിണക്കി ഉള്ളതും പോയി. അത് കുറച്ചൊന്നുമല്ല എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ, ഒരുത്തൻ വരുന്നുണ്ട്. ഇവനിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാലേ ഏത് ഷേപ്പിലാ തിരിച്ചു വരണേന്ന് പറയാൻ പറ്റില്ല. ഒരുത്തനാണെങ്കി ഇവനെ നോക്കിക്കൊണ്ട് നടക്കുവാ. എടാ, അവൻ കയ്യും കാലും തല്ലി ഓടിക്കണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കടാ. ഇവിടെ ഇരുന്ന് അവൻ വരുന്നില്ലെന്ന് പറയാൻ പറ്റുമോ? അന്ന് മൂന്നാറിൽ വെച്ച് കണ്ടത് കണ്ണനെയാണോ അല്ലയോ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത അവസ്ഥയാ. എടാ, തോമസ് വൈദ്യന്റെ മരുന്ന് അതിന് ഫലം കാണത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ ശരീരത്തിൽ ഇപ്പോ ചെറിയ അനക്കമൊക്കെ വെച്ചല്ലോ. അതാണിപ്പോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലും നാളെ അവനും അവന്റെ ഭാര്യയും കൂടി ആഘോഷിക്കാൻ പോവാ. അവരുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എന്റെ അച്ഛൻ 2 കുടുംബങ്ങളെയും കൂടി ഒന്നിപ്പിച്ചത്. 2 കല്യാണം ഒരുമിച്ച് നടത്തിയത്. ഓ,
അന്ന് ഏതാണ്ടൊക്കെ പ്രതീക്ഷിച്ച ഇങ്ങേര് മഹാലക്ഷ്മിയെ കണ്ണന്റെ തലയിൽ കെട്ടിവെച്ചത്. അവൾ ഒരിക്കലും കുടുംബം ഭരിക്കില്ല എന്നും പറഞ്ഞു. എന്നിട്ട് എന്തായി? ഇപ്പൊ പകുതി അവൾ എഴുതി വാങ്ങിച്ചു. ഇപ്പൊ വെഡിങ് ആനിവേഴ്സറി ഇല്ലാത്തത് ആ പാവ ഉണ്ണിക്കും കരുണയ്ക്കുക. ഇടയ്ക്ക് ഞാൻ കരുണയുടെ മുത്തശ്ശിയെ വിളിച്ചായിരുന്നു. കരുണയ്ക്ക് ബന്ധം പിരിയണോന്നൊക്കെ ഉണ്ട്. എടാ, ആ പ്രതാപനെ കണ്ടിട്ട് ആ കൊച്ചിനെ പറഞ്ഞ് കമലേശ്വരത്തോട് വിടാൻ പറയടാ. എന്റെ അച്ഛ, അങ്ങനെ പറഞ്ഞാലൊന്നും അവള് പോകത്തില്ല. ഇപ്പൊ തന്നെ വേറൊരു സംഭവം കമ്പനിയിൽ നടന്നത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടുന്ന് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി അവളെ ഉണ്ണിയുടെ കസേരയിലെ കയറ്റി ഇരുത്തിയിരിക്കുക. മഞ്ജുവിന്റെ താഴെയാണ് ഉണ്ണിയെന്ന് ഇതുവരെ കാരണം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാല് അവൾ ആ നിമിഷം ബന്ധം ഒഴിയും. എല്ലാം ചെയ്യുന്നതേ മഹാലക്ഷ്മി ഒറ്റ ഒരുത്തിയാ. അവൾ ഒരു സൈലന്റ് കില്ലറാണച്ചാ. ചിരിച്ചുകൊണ്ട് നിന്നിട്ട് മയക്കി അവൾ എല്ലാവരുടെയും കഴുത്തറുക്കും. എന്തൊക്കെ പറഞ്ഞാലും ദൈവം അവളുടെ കൂടെയാ. അതുകൊണ്ടാ ഞാൻ പലതവണ പറഞ്ഞത്, ഇനി അങ്ങോട്ട് കണ്ണനെയും മഹാലക്ഷ്മിയെ പിണക്കാതെ അവരുമായിട്ട് സന്ധി ചെയ്യാൻ. അതിന് ഞാൻ മരിക്കണോ അച്ഛാ? എന്നിട്ട് വേറൊരാളായിട്ട് വരണം. എന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. കമലേശ്വരത്തെ സ്വത്തുക്കള് സ്വന്തമാക്കണമെന്ന് എന്നെക്കാളും ആഗ്രഹിച്ചത് അച്ഛനാ. ആ മോഹം എനിക്കുണ്ടാക്കി തന്നതും അച്ഛനാ. ഇനിയിപ്പം മോഹിച്ച സമ്പത്ത് അങ്ങനെ കൈവിട്ടു കൊടുക്കാൻ പറ്റില്ല അച്ഛാ. അതേത് വിധേനെ ഞാൻ കൈക്കലാക്കിയിരിക്കും. എടീ സീമന്തിനി, നീ പറഞ്ഞ പോലെ അവൻ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുമായിരിക്കുവോ? വന്നാ ഭാഗ്യം. അല്ലെങ്കിൽ അച്ഛനെയും മോനെയും കൂടി ഞാൻ ഒരുമിച്ച് ചുമക്കേണ്ടി വരും. എന്തെങ്കിലും പുരോഗതി ഉണ്ടവന്? ഇതുവരെ ഒന്നുമില്ല സാറേ. അതോ ഇനി പുരോഗതി ഉണ്ടായിട്ട് ഇല്ലെന്ന് പറയുകയാണോ? അതെന്തിനാ സാറേ അങ്ങനെ പറയുന്നത്? അല്ല, അപ്പൊ ഞാൻ ജീവിതകാലം മുഴുവൻ നിനക്കെന്തേ ഇവനും ചെലവിന് തരുമല്ലോ. സാറേ, അങ്ങനെയുള്ള നെറിയോട്ടവരൊന്നും അല്ല ഞങ്ങള്. നിന്റെയൊക്കെ മഹത്വത്തെ പറ്റി ഒന്നും വിളിച്ച് പറയണ്ട. എടാ, എന്താ എടാ, ആ കണ്ണൻ നടന്നോ ഇല്ലയോന്ന് എങ്ങനെയെങ്കിലും നിനക്ക് എന്നൊന്ന് അറിയിക്കാൻ പറ്റൂ? എടാ, ഇടയ്ക്കിടയ്ക്ക് നീ ഇവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പിന്നെ ഇവൻ പഴയപടി ആവുമ്പോഴേ ഇവന് പിന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ആൾക്കാരെ തല്ലാനും കൊല്ലാനും നടക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഓ, അതിനേക്കാളും നല്ലൊരു പണി ഇവന് ചെയ്യാൻ പറ്റും. ഇവനെ നല്ലൊരു കഥകളിക്കാരനാവും. പിന്നെ വേഷം കെട്ടിച്ചങ്ങോട്ട് ഇറക്കിയാ മതി. സാറേ, കളിയാക്കാതെ സാറേ. ഓ, എടാ, മരുന്ന് ഇഷ്ടം പോലെ വലിച്ചു കയറ്റുന്നുണ്ടല്ലോ. എന്നിട്ട് എന്താടാ ഇവന്റെ കയ്യും കാലും അനങ്ങാത്തത്? ഏതെങ്കിലും വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി മാസങ്ങളോളം തിരുമിച്ചാലേ പറ്റത്തുള്ളൂ സാറേ. ഇവിടെ അടുത്ത് അങ്ങനെ തിരുമാൻ പറ്റിയ ഒരു വൈദ്യനേ ഉള്ളൂ. അതാ തോമസ് വൈദ്യനാ. പക്ഷെ അയാളുടെ അടുത്തോട്ട് ഇവനെ കൊണ്ടുപോയാലേ അയാൾ കുറച്ചുകൂടി ഇവനെ തളർത്തി കിടത്തേ ഉള്ളൂ. എന്താ സാറേ? കാരണേ, എടോ, കണ്ണൻ നടന്നോ ഇല്ലയോന്ന് ഇവൻ ഒരു കാലത്തും പറയരുതെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലെ അയാളും. ഇടയ്ക്ക് ഞാൻ തോമസ് വൈദ്യനെ കുറിച്ച് ആലോചിച്ചതാ. ഓ, ആലോചിക്കണ്ട. താനേ വേറെ ഏതെങ്കിലും വൈദ്യരെ പറ്റി ആലോചിച്ചാൽ മതി. പിന്നെ എവിടെ കൊണ്ടുപോയാലും പൈസ അത് എന്റെ കയ്യിൽ ഇറങ്ങുന്നത്. സാറിന് വേണ്ടിയല്ലേ സാറേ അണ്ണ ഇങ്ങനെ ആയത്? അത് മാത്രമല്ലല്ലോ, രണ്ടുപേര് ചത്തും പോയി.
അവരുടെ കുടുംബമൊക്കെ ഇപ്പൊ വലിയ കഷ്ടത്തിലാ. എന്നിട്ട് അവരാരും നഷ്ടപരിഹാരം ചോദിക്കുന്നില്ലല്ലോ. നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ് വെറുതെ എന്നെ ചൂഷണം ചെയ്യരുത് കേട്ടോ. അവസാനേ കൊലപാതക കുറ്റത്തിന് ഞാൻ അകത്ത് കിടക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ സാറേ ആരോടൊന്നും പറയാത്തത്. എടാ, കണ്ണ് നടന്നെങ്കിൽ നീ ഒന്ന് ചിരിക്കേ. ചിരിക്കുകയാണെങ്കിൽ നടന്നെന്ന് ഞാനങ്ങ് വിശ്വസിച്ചോളാം. ചിരിക്കടാ, എടാ ചിരിക്കടാ. ഇതെന്തോന്നു? എടാ ചിരിക്കടാ. എടോ, ഇവന് ചിരിക്കാനും പറ്റുന്നില്ലല്ലോ. ചിരിക്കാനൊന്നും പറ്റത്തില്ല സാറേ. ഇടയ്ക്ക് കണ്ണീന്ന് കണ്ണീര് വരുന്നത് കാണാം. എടോ, ഇടയ്ക്ക് ഇവന്റെ കൈയും കാലും ഒക്കെ നീ കുത്തി പിടിക്കുന്നുണ്ടോ? അതെന്തിനാ സാറേ? എടാ, കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവനെ വേദനിപ്പിച്ച് കഴിഞ്ഞാലേ ഇവന്റെ നാവനങ്ങൂ. അതുകൊണ്ട് അത് ചെയ്യണം. ദാ ഇങ്ങനെ. സാറേ വേണ്ട സാറേ, വിട് സാറേ. സാറേ